അപ്പൊ ഒരു ദൈവ പൈതലിനെ ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗങ്ങളൊക്കെ അസാധാരണമാണ്. ദൈവം നമ്മെ ശുദ്ധീകരിക്കും, വചനത്താൽ ശുദ്ധീകരിക്കും, രക്തത്താൽ ശുദ്ധീകരിക്കും, ആത്മാവിനാൽ ശുദ്ധീകരിക്കും, ശുദ്ധജലം തളിച്ച് ശുദ്ധീകരിക്കും, വിശ്വാസത്താൽ ശുദ്ധീകരിക്കും. ദൈവത്തിലൊക്കെ അതുകൊണ്ട് ഒരു ദൈവ പൈതൽ എന്ന് പറഞ്ഞാൽ വിശുദ്ധീകരിക്കുന്നതിന്റെ ഉള്ളിൽ കിടക്കുകയാണ്. ദൈവം വിശുദ്ധീകരിക്കുന്നതിന്റെ ഉള്ളിലാണ് ഒരു ദൈവ പൈതൽ കിടക്കുന്നത്. ഇപ്പോൾ നമ്മൾ തിരിച്ചു വേണം. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് വിശുദ്ധിയുടെ അകത്ത് കിടക്കേണ്ടവരാണ്. ദൈവത്തിനൊക്കെ ദൈവത്തിന്റെ മക്കൾ കിടക്കേണ്ടത് ശുദ്ധജലത്തിൽ. അശുദ്ധ ജലവുമായിട്ട് നമുക്ക് ഒരു ബന്ധമില്ല. ദൈവം അത്രയ്ക്കും പരമപരിശുദ്ധനാണ്. അപ്പോൾ ആ പരമപരിശുദ്ധന്റെ കൂടെ ചേരാനാണ് വിളിച്ചിരിക്കുന്നത്, അല്ലേ? വേറെ എവിടെ നമ്മൾ ചേരാൻ വന്നു? ആ പരമപരിശുദ്ധിനെ ഉപയോഗിക്കേണ്ട മാനപാത്രമാണല്ലേ. പിന്നെ ആരാ നമ്മൾ ഉപയോഗിക്കാനുള്ളത്? ദൈവം ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നെ ആരാ ഉപയോഗിക്കണമേ? നമ്മുടെ ദൈവത്തിനൊക്കെ നമുക്ക് തോന്നുന്ന വിശുദ്ധിയല്ല, ദൈവത്തിന്റെ വിശുദ്ധി വരണം, അല്ലേ? നമ്മൾ പറയുന്നത് കുഴപ്പമൊന്നുമില്ലല്ലോ, എനിക്ക് കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ, എല്ലാം പെർഫെക്റ്റ് ആണല്ലോ, ഇതെന്താ കുഴപ്പമൊന്നും അറിയത്തില്ല. നിന്റെ എല്ലാ കുഴപ്പമാണ് നിന്നെ തകർത്തത്, നിന്റെ അശുദ്ധിയാണ് നിന്നെ തകർത്തത്. അശുദ്ധിയുള്ള വ്യക്തിയിൽ ഒരിക്കലും സ്വസ്ഥതയില്ല, സമാധാനമില്ല. എൻ്റെ അകത്ത് പാവമുണ്ടെങ്കിൽ ആദ്യം സംഭവിക്കുന്നത് നമ്മുടെ സമാധാനം നഷ്ടപ്പെടും. ഓരോ പാപവും അശുദ്ധിയാണ്, ഓരോ നുണയും അശുദ്ധിയാണ്, ഓരോ ഇരുട്ടും അശുദ്ധിയാണ്, ഓരോ അജ്ഞതയും അശുദ്ധിയാണ്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണ്ടേ? നമ്മുടെ ഉള്ളിൽ എത്രത്തോളം നുണയുണ്ടോ ആ നുണ അശുദ്ധി. അതുകൊണ്ടാണ് യോഹന്നാൻ 17:17 കർത്താവ് പറഞ്ഞു. 17:17 എന്നാ പറഞ്ഞിരിക്കുന്നു? യോഹന്നാൻ 17:17, യോഹന്നാൻ 15:3. ആ, യോഹന്നാൻ 17:17, യോഹന്നാൻ 15:3. സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകും, നിന്റെ വചനം സത്യമാകും. സത്യത്താൽ അവരെയൊക്കെയാണ് വിശുദ്ധീകരിക്കണം. യോഹന്നാൻ 15:3 എഴുതിയിരിക്കുന്ന ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തുവിൽ നിന്ന് എന്തു വന്നാലും നമ്മെ എന്ത് ചെയ്യും? ശുദ്ധീകരിക്കും. അപ്പൊ യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം നമ്മെ ശുദ്ധീകരിക്കും, അല്ലെ? ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ ശുദ്ധരാകും. അങ്ങനെയാണെങ്കിൽ യേശുവിന്റെ സാന്നിധ്യം എത്ര പേര് അനുഭവിക്കുന്നുണ്ട്? യേശുക്രിസ്തുവിൽ നിന്നും വന്ന ശുദ്ധം, യേശുവിന്റെ ആത്മാവ് വന്ന ശുദ്ധം, യേശുവിന്റെ രക്തം വന്ന ശുദ്ധം, യേശുവിന്റെ വാ തുറന്ന ശുദ്ധം, യേശുക്രിസ്തുവിന്റെ പ്രസൻസ് തന്നെ ശുദ്ധം. അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തുവായിട്ട് എത്ര ബന്ധമുണ്ട് നമുക്ക്? യേശുക്രിസ്തുവിന്റെ നിഴലടിച്ച ശുദ്ധം. ആ പോട്ടെ, യേശുക്രിസ്തുവിന്റെ വായിൽ നിന്നും തുപ്പല് വന്ന ശുദ്ധം. നമ്മുടെ കയ്യിരിക്കുന്ന യേശു ഏതാ? ദൈവത്തിനൊക്കെ. അപ്പോൾ യേശു ക്രിസ്തു ഒരു വ്യക്തിയിൽ ഉള്ളതിന്റെ അടയാളം എന്തായിരിക്കും? ആ വ്യക്തി വിശുദ്ധിക്ക് വേണ്ടി